നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തലവേദനയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ഹോമിയോ ആശുപത്രിയിലെ ആർഎംഒയായ ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ തലവേദനയുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സമയം മുതൽ കുട്ടിക്കാലം മുതൽ, അതായത് നമ്മളൊരു പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് കുട്ടിക്കാലത്ത് തൊട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ തുടങ്ങും. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പാഠ്യപദ്ധതിയല്ല ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ളത്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. നമ്മൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും സ്കൂളിൽ നിന്ന് പോയിട്ട് വന്ന് ഒരു 6 മണി 7 മണി ഒന്ന് വായിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണ് പോയി പരിശോധിച്ച് കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നേരം ഇവരിത് വായിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തലവേദന ഉണ്ടാകും. അതുപോലെ തന്നെ പരീക്ഷയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും പെർഫോം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ തലവേദന വളരെ അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ തലവേദന നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ? അവർ കണ്ണുകൊണ്ട് പരിശോധിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കണ്ണിന് ചെറിയ കാഴ്ച തകരാറുകളുണ്ടാവും, അത് പരിഹരിച്ചാലും തലവേദന മാറത്തില്ല. പക്ഷേ തലവേദന മാത്രം അതൊരു തലവേദനയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് സ്വാഭാവികം തന്നെയല്ലേ? അതെ, അഭിലാഷ് പറഞ്ഞ ഇൻട്രഡക്ഷനകത്ത് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. കാരണം തലവേദന പിടിച്ച കാര്യം തന്നെയാണ്. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വന്നിട്ടില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷേ വേദന എന്ന് പറയുമ്പോൾ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു ടേമാണ്. ഇപ്പം എനിക്കുള്ള വേദന വേറൊരാൾക്കുള്ള വേദനയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയാണിത്. മാത്രവുമല്ല, പലപ്പോഴും നമ്മൾ പേഷ്യൻസിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ തലവേദന ഒരു ചെറുപ്പകാലം മുതൽ പലപ്പോഴും ഒരു 35 40 വയസ്സായാൽ എത്തിയിട്ട് നിൽക്കുമ്പോൾ പോലും ഈ തലവേദനയെ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. തലവേദന വരുന്ന സമയത്ത് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു, ആ തലവേദന മാറുന്നു. പിന്നീട് മറ്റൊരു അവസരത്തിൽ തലവേദന വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതികഠിനമായ വേദന മുതൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ വേദന വരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ടേമാണ് നമുക്ക് ഈ പെയിനിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെ. അപ്പോൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണെങ്കിൽ, അപ്പോൾ അതികഠിന വേദന വരുന്നവർ പോലും പലപ്പോഴും ഈ വേദന വീണ്ടും വീണ്ടും വരാതിരിക്കാനായിട്ടുള്ള ഒരു ചികിത്സ ചെയ്തിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന പല തരം തലവേദനകളുടെ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിൽ പോലും മിക്ക ദിവസങ്ങളും തലവേദനയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുക. അത് പലപ്പോഴും മറ്റ് കാരണങ്ങളൊന്നും കൊണ്ടായിരിക്കില്ല, ടെൻഷൻ ഹെഡേക്ക് തന്നെയായിരിക്കും. അപ്പോൾ അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തലവേദനയെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏറിയ പങ്ക് തലവേദനകളും ഒരു ടെൻഷൻ ഹെഡേക്കിൻ്റെ ഗണത്തിൽ തന്നെയാണ് നമുക്ക് പെടുത്താം. പലപ്പോഴും ഇപ്പോൾ തലവേദനയ്ക്ക് മറ്റ് പല കാരണങ്ങൾ ഉണ്ടായിക്കൂടെന്നല്ല, എന്നാൽ പോലും പലപ്പോഴും കണ്ണിൻ്റെ പ്രശ്നമില്ല, ചെവിയുടെ പ്രശ്നമില്ല, അല്ലെങ്കിൽ കഴുത്തിനൊന്നും പ്രശ്നമില്ല, പക്ഷേ എന്നാൽ എന്നും തലവേദന. അപ്പോൾ നമുക്ക് ബാഡ് പോസ്റ്റേഴ്സ് പോലും തലവേദനയ്ക്ക് കാരണമാകും. ഇപ്പോൾ നമ്മൾ ഒരു ഇരിക്കേണ്ട പോലെ ഇരുന്ന് പഠിക്കുകയോ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ മണിക്കൂറുകളോളം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കഴുത്ത് കുനിഞ്ഞിരുന്ന് മൊബൈൽ ഫോൺസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഹെഡേക്കായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ സമയം തെറ്റിയുള്ള ജീവിതചര്യ, ഇതിൻ്റെ എല്ലാം ഒരു ഫലമാണ് തലവേദന ഇന്ന് നമ്മൾ പലപ്പോഴും മുതിർന്നവരിലും കുട്ടികളിലും കാണുന്നത്. കുട്ടികളുടെ തലവേദന നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കണം? പേരൻസ് ആദ്യമൊക്കെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. കണ്ണിനെ കൊണ്ടുപോയി കാണിക്കും, ഓഫ്താൽമോളജിനെ കാണിക്കുന്നു കുഴപ്പമില്ല, ENT കാണിക്കുന്നു കുഴപ്പമില്ല, അവരുടെ ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം പ്രശ്നമാണില്ല. പക്ഷേ ഇവർ എക്സാം എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ പഠിക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പായിട്ട് പലപ്പോഴും പേരൻസിനെ കാണാറുണ്ട്. അവർ ഈ വെക്കേഷൻ സമയത്താണെങ്കിൽ അവർക്ക് ഇത്രയും വെയിലത്ത് എത്ര ഓടി കളിച്ചു കഴിഞ്ഞാലും പുറത്തു പോയാലും അവർക്ക് തലവേദനയുടെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ ഇത് കണക്ക് ക്ലാസ്സിൽ പോകുന്നു, കുറച്ച് ദിവസം ക്ലാസ്സിൽ പോയതിന് ശേഷം എക്സാംസ് വരുന്നു, കുറച്ച് നേരം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തലവേദന. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് രാത്രി പഠിക്കാൻ പറയുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ച് നേരം വായിച്ചിട്ട് വീണ്ടും പറയും അമ്മ എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യുക? നമുക്കൊരു റീസൺസും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഈവൻ പലപ്പോഴും ഡോക്ടറുടെ അടുത്തേക്കോ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ പോകുമ്പോൾ ഈവൻ MRI വരെ എടുക്കുന്ന സ്റ്റേജസുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴും ഇവർക്ക് ഈ തലവേദന എന്ന് പറയുന്ന സാധനം അത് മാറാറില്ല. അതെ, പലപ്പോഴും ഇപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഹെഡേക്കിൻ്റെ ഒരു പ്രധാന കാരണം.
കാരണം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഭൂരിഭാഗം തലവേദനകളും നമുക്ക് ഇപ്പോൾ സൈനസൈറ്റിസിൻ്റെയോ മൈഗ്രെയിൻ്റെയോ ഇപ്പോൾ കഴുത്തിൻ്റെ പ്രശ്നങ്ങളുടെയോ ഒന്നും കാരണമല്ലാത്ത തലവേദനകൾ, അതായത് നമുക്ക് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ്, ഇപ്പോൾ ഒരു ദിവസത്തെ അവരെങ്ങനെ അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ അവർക്കത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ പലപ്പോഴും അത് അവരറിയാതെ തന്നെ അവർക്കൊരു ഹെഡേക്ക് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവരത് മനസ്സിലാക്കുകയാണ്. അപ്പം ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൻഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മേലുള്ള സമ്മർദ്ദം അതികഠിനമാകുമ്പോൾ അവർക്ക് പലപ്പോഴും തലവേദനയായിട്ട് തന്നെയാണ് വരിക. അത് പാരൻസ് പലപ്പോഴും തെറ്റിദ്ധരിക്കാറ് ഉള്ളത് പതിവാണ്. ഇത് സ്കൂളിൽ പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഡെയിലി റുട്ടീൻസ് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് മാത്രം തലവേദന. ഇപ്പോൾ പലപ്പോഴും അമിതമായിട്ട് ഇവരുടെ മേൽ ഉത്കണ്ഠയോടുകൂടി വീക്ഷിക്കുന്ന പാരൻസും ടീച്ചേഴ്സിൻ്റെ ഒക്കെ നടുവിൽ ഇവർക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോഴോ അല്ല എക്സാമിൻ്റെ ഒരു ഫേസിലോ മാത്രമായിരിക്കും അവർക്ക് തലവേദന കൂടുതലായിട്ട് വരിക. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഇപ്പം മറ്റ് കാരണങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല, ഉദാഹരണത്തിന് ഇപ്പോൾ അലർജിക് കാരണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് സൈനസൈറ്റിസ് ഒന്നുമില്ല, അല്ലെങ്കിൽ മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്തുകൊണ്ട് ടെൻഷൻ ഹെഡേക്ക് ആയിക്കൂടാ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു പ്രോപ്പറായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തലവേദനയ്ക്ക് പലപ്പോഴും ഒരു ശമനം കിട്ടും. മാത്രമല്ല ഇവിടെ ഒരു മരുന്നിൻ്റെ ഒരു പരിധിയിൽ മാത്രമല്ല ടെൻഷൻ ഹെഡേക്സ് ഉള്ളത്. ഏറിയ പങ്കും ഇപ്പോൾ കുട്ടികളാണ് ഇത് ഫേസ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാഡ് പോസ്ചേഴ്സ്, ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ഒക്കെ തന്നെ അവരൊരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാതെ അതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. പിന്നെ അമിതമായിട്ട് ഉള്ള ഈ ബാക്കി വർക്ക് ലോഡ് അല്ലെങ്കിൽ സ്റ്റഡി ലോഡ് കൂടുമ്പോൾ ഉറക്കമാണ് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത്. മാത്രമല്ല അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. പലപ്പോഴും നമ്മളൊരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ അതിലൊരു കോൺസെൻട്രേഷൻ വരുവാണെങ്കിൽ അതിൻ്റെ അപ്പുറമായിട്ട് ഒരു റിലാക്സേഷൻ ടൈം വേണം. പക്ഷേ അത് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാതെ എപ്പോഴും നമ്മൾ ബുക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഹെഡേക്കിനൊരു കാരണമാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഭയങ്കരമായ ഒരു സർക്കംസ്റ്റൻസ് കൊണ്ട് വരുന്ന ഹെഡേക്ക് തന്നെ ആവണമെന്നില്ല ടെൻഷൻ ഹെഡേക്ക്. ചെറിയ കാര്യങ്ങൾ പോലും തലവേദനയ്ക്ക് കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് ഹെഡേക്ക് പറയുകയാണെങ്കിൽ അത് പേരൻസ് സീരിയസ് ആയിട്ട് അത് കാണണം. കാരണം ഇത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീനെ മാത്രമല്ല അവരുടെ പ്രൊഡക്ടിവിറ്റീനെയും കൂടെ ബാധിക്കുന്നുണ്ട്, അവരുടെ ക്വാളിറ്റി ഓഫ് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തലവേദന ഉള്ള ഒരു കുട്ടിയെ എത്ര ഇഫക്റ്റീവായിട്ട് ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കും? അപ്പോൾ പലപ്പോഴും കണ്ണിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നമല്ല, ചെവിയുടെ പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ENT കൊണ്ട് കാണിക്കും, ചിലപ്പോൾ ഐ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയേക്കാം. പക്ഷെ എന്നാലും കുട്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഹെഡേക്ക് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട്. പലപ്പോഴും ഒരു ഹോമിയോപ്പതിയുടെ പോയിന്റിൽ വളരെ നല്ല രീതിയിൽ, കാരണം ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രത്യേകതകൾ അത് മാനസികമായ തലത്തിലും വൈകാരികമായ തലത്തിലും ഒക്കെ സിംറ്റംസ് എടുത്തിട്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തലത്തിലൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് പ്രിസ്ക്രിപ്ഷൻസ് നടത്താൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡേക്കുമായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഹെഡേക്കിൻ്റെ ഒറിജിൻ ഒരിക്കലും ഒരു മാസമോ 2 ആഴ്ചയോ ഒന്നും ആയിരിക്കില്ല. ഇത് ഒരു 10, 15, 20, 25 വർഷം മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും മൈഗ്രെയിൻ ഹെഡേക്കിൽ പോലും ഒരു കൃത്യമായ ഒരു ചികിത്സാ രീതി അവലംബിച്ചിട്ടുണ്ടാവില്ല പല പേഷ്യൻസ്. തീർച്ചയായിട്ടും ഈ ടെൻഷൻ ഹെഡേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സോ അല്ലെങ്കിൽ 16 വയസ്സോ ഒക്കെ തുടങ്ങുന്ന ഒരു ടീനേജ് സമയത്ത് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയാണ് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന പ്രശ്നം സ്ത്രീയെയും പുരുഷനെയും ബാധിക്കുന്നതാണെങ്കിൽ കൂടിയും സ്ത്രീകൾക്ക് ഈ മൈഗ്രെയിൻ്റെ ഒരു മുൻതൂക്കം ഉണ്ടോ? അതുപോലെ തന്നെ മൈഗ്രെയിൻ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്? വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ നിസ്സാരമായിട്ടായിരിക്കും അതിനെ കാണുന്നത്. കാരണം തലവേദന എന്താ ഇത്രയ്ക്ക് വലിയൊരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കും. പക്ഷെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസിനെ പോലും ബാധിച്ചേക്കാം, നമ്മുടെ പെർഫോമൻസിനെ ബാധിച്ചേക്കാം, നമ്മുടെ ഇമോഷണൽ ആസ്പെക്റ്റിനെ ബാധിച്ചേക്കാം, നമ്മുടെ ഒരു മൂഡിനെ ബാധിച്ചേക്കാം. അപ്പോൾ അതിലൊരു ഉത്തമ ഉദാഹരണമാണ് മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. ഇപ്പം നമുക്കറിയാം, ഈ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ, അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഒരു പാറ്റേൺ ഫിക്സ്
ഫിക്സായി വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏകദേശം ഒരു 13 വയസ്സ് മുതൽ ഒരു 45 വയസ്സ് വരെയൊക്കെ ഈ അവരുടെ ജീവിത കാലത്ത് ഓൾമോസ്റ്റ് ഒരു സൈക്ലിക്കലായിട്ട് ഈ മൈഗ്രെയിൻ അറ്റാക്സ് ഉണ്ടായേക്കാം. അപ്പോൾ അതിന് പലപ്പോഴും ഹോർമോൺ വ്യതിയാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അവരുടെ മൂഡ്, അവരുടെ ഇമോഷണൽ സൈഡുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ സിറ്റുവേഷൻസുമായിട്ട് ബന്ധമുണ്ട്. പലപ്പോഴും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ടെൻഡൻസി ഉള്ളവർക്ക് അതൊരു മൈഗ്രെയിൻ ഹെഡേക്കായിട്ട് ആ ദിവസം പ്രസൻറ്റ് ചെയ്തേക്കാം. മാത്രമല്ല ചെറിയ ചെറിയ ചേഞ്ചസ് അവരുടെ ആക്ടിവിറ്റീസിൽ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സമയത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആഹാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അധികമായിട്ട് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം മിസ് ചെയ്തു, ഉറങ്ങുമ്പോൾ ആ മുറിയിൽ വെട്ടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടു, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പേടിച്ചു, അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആൻസൈറ്റി ഉണ്ട്, ഇതെല്ലാം മൈഗ്രെയിന് ട്രിഗർ ആവാം. നമ്മൾ ഈ മൈഗ്രെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മൈഗ്രെയിൻ എല്ലാവരും പറയുന്നതാണ് ഒരു 30 വർഷം 20 വർഷമൊക്കെ പഴക്കമുള്ള മൈഗ്രെയിൻ ചികിത്സിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ. നമ്മൾ എപ്പോഴും പല ആൾക്കാരും ഓവർ ദ കൗണ്ടർ പോയി മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുക, മൈഗ്രെയിൻ വയ്ക്കുമ്പോൾ ഈ ഓറ വരുമ്പോഴേ ചില ആൾക്കാർ റൂം അടച്ചിരിക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് മൈഗ്രെയിൻ വളരെയധികം കൂടി കാണാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് റീസൺസ് ഉണ്ടോ? ഒരു കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് മൈഗ്രെയിന് ബന്ധമുണ്ട്? തീർച്ചയായിട്ടും ഈ ഒരു സമയം നമ്മളുടെ ഇപ്പം നമുക്ക് കേരളത്തിലുള്ള ഒരു കാലാവസ്ഥ തന്നെ പല തലവേദനകൾക്കും ഒരു ഐഡിയൽ കണ്ടീഷനാണ്. അപ്പോൾ ഈ മൈഗ്രെയിനിന് കാലാവസ്ഥാ വ്യതിയാനം, താപനിലയിലൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഭയങ്കരമായ തണുപ്പ് പലപ്പോഴും, ഇപ്പം ചൂട് കാലാവസ്ഥയാണെങ്കിൽ ആൾക്കാർ വളരെ ചൂടിൽ നിന്നും ഒരു AC റൂമിലേക്കോ AC കാറിലേക്കോ ഒക്കെ കംഫർട്ടബിളായിട്ടുള്ളൊരു റൂമിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ മൈഗ്രെയിൻ ട്രിഗർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അമിതമായ ചൂടും അമിതമായ തണുപ്പും അത് കാലാവസ്ഥയിൽ മാത്രമല്ല, ഇപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഇപ്പം ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള ഭക്ഷണം കഴിച്ചാലോ, നല്ല ചൂടുള്ള സമയത്ത് ഇപ്പോൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിച്ചാലും ഒക്കെ ചിലപ്പം മൈഗ്രെയിൻ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും മൈഗ്രെയിന് കാരണമാകാം. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ പ്രത്യേകതകൾ, ആ വ്യക്തി എന്തിനോടൊക്കെയാണോ സെൻസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത, അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം സാഹചര്യങ്ങൾ. അപ്പം നമുക്ക് പലപ്പോഴും ഈ മൈഗ്രെയിൻ വന്നാൽ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുതൽ ചിലപ്പോൾ ഒരു 3 ദിവസം വരെ നിൽക്കുന്ന പാറ്റേൺസ് മൈഗ്രെയിനുണ്ട്. അപ്പോൾ ടിപ്പിക്കലായിട്ട് ഓറയോടുകൂടി, അതായത് ചിലപ്പോൾ കാഴ്ചയുടെ മങ്ങൽ, അല്ലെങ്കിൽ കാഴ്ച പ്രശ്നങ്ങൾ, കേൾവിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓക്കാനം, ഛർദിൽ, ഇങ്ങനെയൊക്കെ തലവേദനയുടെ കൂടെ അക്കമ്പനി ചെയ്ത് വന്നേക്കാം. ഇത് അല്ലെങ്കിൽ ഒരു ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ശമനം കിട്ടും, ചിലപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞാലും കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തലവേദനയ്ക്ക് വ്യത്യാസം കിട്ടണം എന്നില്ല. അപ്പോൾ മൈഗ്രെയിൻ പല രീതിയിൽ പ്രസൻറ്റ് ചെയ്തേക്കാം. അതുപോലെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സൈനസൈറ്റിസ് ടൈപ്പ് ഓഫ് ഹെഡേക്കും മൈഗ്രെയിനും കൂടെ ചിലർക്ക് കമ്പൈൻ ചെയ്ത് ഒരേ ആൾക്ക് തന്നെ 2 പാറ്റേൺസും കൂടെ കണ്ടേക്കാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ AC-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ സമയത്തിന് തന്നെ തുടങ്ങണം. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു 10, 20, 30 വർഷം ഒരു ചികിത്സയും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തലവേദന വരുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻസ്, പണ്ടെപ്പോഴും ഡോക്ടർ കുറിച്ച് കൊടുത്ത മരുന്ന് പോയി കടയിൽ പോയി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കുക, അങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഒരുപാട് കാണാറുണ്ട്. പലപ്പോഴും തലവേദനയുടെ പ്രസൻറ്റേഷൻ ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ കാരണം വ്യത്യസ്തമായിരിക്കും. ഇപ്പം മൈഗ്രെയിൻ്റെ തലവേദനയും സൈനസൈറ്റിസിൻ്റെ തലവേദനയും ടെൻഷൻ്റെ ഹെഡേക്കും എല്ലാം ഏറെക്കുറെ ചിലപ്പം ഒരു രോഗിയെ സംബന്ധിച്ച് ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വാങ്ങി കഴിക്കുന്ന മരുന്ന് ചിലപ്പോൾ ഒന്നിന് സ്യൂട്ടബിളും മറ്റേതിന് സ്യൂട്ട് ചെയ്യാത്തതുമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ ഹെഡേക്സ് കഴിയുന്നതും സെൽഫ് മെഡിക്കേഷൻ്റെ പുറകെ പോകാതിരിക്കുക. ഒരു പാറ്റേൺ അവർക്ക് റിപ്പീറ്റഡായിട്ട് ഹെഡേക്ക് ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കാരണത്തെ കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ തലവേദനയ്ക്ക് ഒരു വ്യത്യാസം കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പം ഞങ്ങൾക്ക് എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും തലവേദനയ്ക്ക്? അപ്പോൾ ഇവിടെ നമ്മളുടെ ഒബ്ജക്റ്റീവ്, ഇപ്പോൾ തലവേദന വരുന്ന സമയത്തുള്ള മരുന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ തലവേദന മാറും. പക്ഷേ നമുക്ക് പാറ്റേൺസ് ഉള്ള ഹെഡേക്ക് ആണെങ്കിൽ ആ വ്യക്തിക്ക് എത്ര കാലമായി തലവേദന, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ ഘടകം, അവരുടെ ഒരു
പേഴ്സണാലിറ്റി ടൈപ്പ്, അവരുടെ ഒരു ഇമോഷണൽ സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പലപ്പോഴും 1-2 വർഷമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ ഇപ്പോൾ 10-15 വർഷമായിട്ട് തലവേദനയുള്ള ഒരാൾക്ക് 1 വർഷമോ 2 വർഷമോ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു വലിയ കാര്യമല്ല. അതുകൊണ്ട് ഒരു ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ തലവേദനയ്ക്ക് ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ഒന്ന് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്, 2 ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് മൈഗ്രെയിൻ വരുമ്പോൾ അത്രയും അസഹനീയമായിട്ടുള്ള വേദനയിൽ കൂടി കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയാറുള്ളത്, നിങ്ങളുടെ ഐഡിയൽ ടൈം, ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാനുള്ള ഒരു ഐഡിയൽ ടൈം, ഒരു വലിയ പങ്ക് പേഷ്യൻസും തലവേദന വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ഇതൊരു ഒരു മൈഗ്രെയിൻ്റെ ടൈപ്പ് ഓഫ് ഹെഡേക്ക് ഉള്ള ആളാണെങ്കിലോ, സൈനസൈറ്റിസിൻ്റെ ഹെഡേക്ക് ഉള്ള ആളോ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഹെഡേക്ക് ഉള്ള ആളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്കുള്ള ഐഡിയൽ ടൈം വേദന ഇല്ലാത്തൊരു സമയത്ത് ഡോക്ടറെ കാണണം. അപ്പോൾ മാത്രമാണ് ഒരു കറക്റ്റായിട്ട് വളരെ ഡെപ്തിൽ കേസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ആ രോഗിയുടെ പ്രത്യേകതകൾ, അത് ശാരീരികമായ പ്രത്യേകത, എന്തൊക്കെ സാഹചര്യത്തിലാണ് തലവേദന വരാൻ സാധ്യത, എന്തിനോടൊക്കെയാണ് കൂടുതലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യമാണ് ആ തലവേദനയ്ക്ക് ശമനം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശാരീരികമായ തലത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പലപ്പോഴും മൈഗ്രെയിൻ ഹെഡേക്കിന് അതിൻ്റെ കൂടെ ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസും കൂടെ കാണും, ചിലപ്പോൾ വയറിളക്കം കാണും, അങ്ങനെയുള്ള സിംറ്റംസ് ചിലർക്ക് വന്നേക്കാം. അപ്പം മറ്റനുബന്ധ ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ ഘടകം, എത്ര കാലമായിട്ട് തലവേദനയുണ്ട്, പിന്നെ നേരത്തെയുള്ള പാറ്റേൺസ് ഓഫ് ഹെഡേക്കും ഇപ്പോഴുമായിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, പിന്നെ അവരുടെ ഏറ്റവും ഉപരിയായിട്ട് അവരുടെ വൈകാരികമായ വശവും അവരുടെ മാനസികമായ ഒരു തലവും, ഇതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മരുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവിടെ ഒരു മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നേരത്തെ വന്നുകൊണ്ടിരുന്ന തലവേദനയുടെ അത്രയും ഫ്രീക്വൻസിയോ ഇൻറ്റൻസിറ്റിയോ ഡ്യൂറേഷനോ പിന്നീടുള്ള തലവേദനകൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ അതിൻ്റെ ഈ 3 തലത്തിലും വ്യത്യാസം കിട്ടി, കുറവ് കിട്ടി, പിന്നീട് നമുക്കൊരു വലിയൊരു പീരീഡ് ഹെഡേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സൈനസൈറ്റിസുമായി ഇപ്പോൾ അലർജിക് പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ സിറ്റിയിൽ ഒരുപാട് പൊടിപടലങ്ങളുണ്ട്, AC-യിൽ നിന്ന് മാറി ചൂടിലേക്ക് പോകുന്നു, പലതരത്തിലുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സൈനസൈറ്റിസുമായി വരുന്ന തലവേദനയ്ക്ക് ഒരു ക്ലാസിക്കൽ സിംറ്റം ഉണ്ട്. സൈനസൈറ്റിസുമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് പലപ്പോഴും ഒരു അലർജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, അല്ലെങ്കിൽ ഈ തലവേദനയുടെ കൂടെ തന്നെ കഫം ഉണ്ടാവുക, ഒന്നുകിൽ മൂക്കിൽ കൂടെയുള്ള കഫം അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് പോസ്റ്റ് നേസലായിട്ടുള്ള കഫം പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ സൈനസ് ഏരിയാസിലായിരിക്കും കൂടുതലായിട്ട്, അതായത് മൂക്കിൻ്റെ വശങ്ങൾ, പുരികത്തിൻ്റെ വശത്ത് അല്ലെങ്കിൽ കവിളിൻ്റെ മുകളിൽ, ഇങ്ങനെയുള്ള സൈനസ് ഏരിയാസിലൊക്കെ ആയിരിക്കും കൂടുതലും വേദനയായിട്ട് വരിക. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് ഇപ്പോൾ ഒരു ഫിസീഷ്യനെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാലും ആ ഭാഗത്തൊക്കെ പ്രസ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് സൈനസൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത. പലപ്പോഴും സൈനസൈറ്റിസ് മൈഗ്രെയിൻ ഹെഡേക്ക് പോലെ ഇപ്പോൾ ഒന്നുകിൽ സ്ട്രെസ് റിലേറ്റഡോ അല്ലെങ്കിൽ മറ്റ് ട്രിഗേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ആയിരിക്കില്ല പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും രണ്ടിനും കോമൺ ആയിട്ട് പൊടി കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ട് ചൂട് വരിക, തണുപ്പുണ്ടാവുക, തണുപ്പ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലും പലപ്പോഴും സൈനസൈറ്റിസിൻ്റെ ഒരു സിംറ്റമായിട്ടും പ്രസൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ ഒരു ഏറിയ പങ്ക് പേഷ്യൻസിനും ഒരു അലർജിയുടെയോ ഒരു തുമ്മലിൻ്റെയോ ജലദോഷത്തിൻ്റെയോ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി ഹിസ്റ്ററിയോ കണ്ടേക്കാം. അപ്പോൾ അവിടെ അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ആ അലർജിയും കൂടെ ട്രീറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ സൈനസൈറ്റിസ് ഹെഡേക്സ് പോലും കുറയാൻ സാധ്യതയുള്ളൂ. മാം, തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴുത്തിൻ്റെ തേയ്മാനവുമായിട്ട് തലവേദനയ്ക്ക് ബന്ധമുണ്ട്. എപ്പോഴും നോക്കാറുണ്ട് ഈ സൈനസൈറ്റിസ് ഉണ്ടോ, സൈനസൈറ്റിസ് ഇല്ല, MRI എടുത്ത് നോക്കി തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, തലയ്ക്ക് പ്രശ്നമുണ്ടോ, മൈഗ്രെയിൻ ആണോ, മൈഗ്രെയിൻ അല്ല, ടെൻഷൻ ഹെഡേക്ക് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇവർ ടെൻഷൻ അടിച്ചിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ കഴുത്തിൻ്റെ തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന വരാറുണ്ടോ? അതിന് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് ഇത്തരം കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല, അതുകൊണ്ട് തന്നെ ഈ കഴുത്തിൻ്റെ തേയ്മാനം കുറച്ച് മുതിർന്നവരിൽ മാത്രമാണോ കാണപ്പെടാറ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയർ ആൻഡ് ടയർ സംഭവിച്ച അല്ലെങ്കിൽ ഒരു ഡീജനറേഷൻ്റെ ഭാഗമായിട്ട്
വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏകദേശം ഒരു 40 ഒരു മധ്യവയസ്സിനപ്പുറമായിരിക്കും ഈ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസും. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കഴുത്തുവേദന പോലെ തന്നെ തലവേദനയായിട്ടും പ്രസൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ ഒരു വലിയൊരു ശതമാനം സ്ത്രീകൾക്ക് ഈ ഒരു സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് വരാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ കാണുന്നത് പോലെ ഒരു 40 വയസ്സോ 50 വയസ്സോ ഒക്കെ ശേഷം കൂടുതൽ മെജോറിറ്റി ഓഫ് പേഷ്യൻസ് കാണുന്ന സിറ്റുവേഷൻ ഇപ്പം മാറി. പലപ്പോഴും ഇപ്പം പോസ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ബാഗൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അഭാവം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അണ്ടർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ പ്രോപ്പർ ഇപ്പോൾ കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡില്ല, അല്ലെങ്കിൽ പ്രോപ്പർ സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല. അപ്പോൾ ഇങ്ങനെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും ചെറിയ പ്രായക്കാരിൽ, അതായത് ഏകദേശം ഒരു ഈവൻ 10-15 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ ഒക്കെ ഉള്ളവർക്ക് പോലും ഇപ്പോൾ കഴുത്തുവേദന അല്ലെങ്കിൽ തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലത്തെ ഒരു പ്രായപരിധി അല്ല ഇപ്പോൾ പല രോഗങ്ങൾക്കും കാണുന്നത്. ഏറിയ ഒരു പങ്ക് ഫുഡിന്, ശരിക്കും ഒരു ആക്ടിവിറ്റിക്കും ഫുഡിനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുണ്ട്. കാരണം തേയ്മാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നീട് ഇതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുക, പിന്നെ ഒരു പെയിൻ മാനേജ്മെൻറ്റ്, ഈ തലത്തിൽ മാത്രമേ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലും കൂടെ നമ്മൾ പല അസുഖങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കഴുത്തിൻ്റെ തേയ്മാനം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഹോർമോൺ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ അവരെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് പലപ്പോഴും കാൽഷ്യം കിട്ടാറില്ല. എസ്പെഷ്യലി നമ്മുടെ മലയാളികളുടെ ഡയറ്റിൽ വളരെ കുറവാണ്, കൂടുതലും സ്റ്റാർച്ച്. അപ്പോൾ ഒരു ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ ഒരു കാൽഷ്യം പോലും അവർക്ക് ചെല്ലുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ തേയ്മാനം, ഡീജനറേഷൻ എല്ലാം വരാം. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തലവേദനയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം